നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ? അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ അല്ലേ ട്രെൻഡ്. അതിൽ കൂടുതൽ ട്രെൻഡ് ആയിട്ടിരിക്കുന്നത് നമ്മളെ ഫേസ്ബുക്ക് തന്നെയാണ്. കാരണം അതിൽ ഒരുപാട് വ്യൂസുകളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും കിട്ടി. അതെല്ലാവരും രക്ഷപ്പെട്ട് പോകാറുണ്ട്. ഞാൻ കേട്ടിട്ടും ഉണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എന്നാൽ ചിലരുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആണെങ്കിൽ വളരെ വലുതായിരിക്കും. അതായത് കൂടുതൽ റീച്ചും കൂടുതൽ ഫോളോവേഴ്സും ഒക്കെ ഉള്ള ഈ വലിയ ഇതായിരിക്കും. ഈ ചെറിയ അതായത് ഈ ചെറിയ എന്ന് പറഞ്ഞാൽ ഈ ചെറിയ പേജ് ഇൻസ്റ്റാഗ്രാം ആൾക്കാർ ചെയ്യുന്ന റീച്ചാവാൻ വേണ്ടി ചെയ്യുന്ന ഒരു സിമ്പിൾ ട്രിക്കാണ് അവരെ കൂട്ടുകാർക്ക് വേണ്ടി അവരെ വീഡിയോ അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രിക്ക്. അതായത് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിനെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. എന്നാലല്ലേ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്ന ഒരു ട്രിക്ക്. എന്തിനായാലും അത് നമുക്ക് എനിക്ക് ഇങ്ങനെ പലർക്കും അറിയായിരിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇങ്ങനെ തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിനെ മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യാമെന്നും അത് ആ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്ത് വേറെ വിവിധ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പേസ്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ടു എൻഗേജ് വോയിസ് യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു ദേവഹരി യൂട്യൂബ് ചാനൽ. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ രണ്ട് ചാനലിൻ്റെ ബെല്ലൈക്കൺ അവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആളെന്ന് ഓപ്ഷൻ രണ്ട് ചാനലിനും കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ ഫോണിൽ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കോപ്പി ചെയ്യുന്നതെന്നും ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതെന്നും നമുക്ക് വീഡിയോയിൽ കാണാം. അതിനായിട്ട് ഞാൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഞാൻ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എൻ്റെ തന്നെ വേറെ ഒരു അക്കൗണ്ട് എടുക്കുകയാണ്. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വെച്ചിരിക്കുന്ന അക്കൗണ്ടാണ്. ശേഷം ഇവിടെ പ്രൊഫൈലിലേക്ക് ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ 3 ലൈൻസ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനിയാണ് എല്ലാവർക്കും തെറ്റുന്ന ഒരു സ്ഥലം. ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും. ഇവിടെ സാവധാനം പോയി കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇവിടെ ഫോളോ ആൻഡ് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതാണ് നമുക്ക് നമ്മളെ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷനും ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ സഹായിക്കുന്ന ഓപ്ഷനും ഒക്കെ അതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. കമൻസ്, പിന്നെ നമുക്ക് ഇവിടെ വാട്സപ്പ്, കോപ്പി ലിങ്ക് ഇൻവൈറ്റ് എന്നൊക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യേണ്ട ഓപ്ഷനാണ്. അത് നേരെ വാട്സപ്പിലോട്ടായിരിക്കും പോകുന്നത്. ആർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി ആൻഡ് ഇൻവൈറ്റ് ലിങ്ക്, അത് കോപ്പി ചെയ്യേണ്ട ലിങ്ക് തന്നെയാണ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്ത ഇതാണ് നമ്മളെ യൂട്യൂബിലേക്കുള്ള ഓപ്ഷൻ. ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സോഷ്യൽ മീഡിയയിലേക്കും നമുക്ക് കോപ്പി ചെയ്തുകൊണ്ടും അല്ലാതെ അവിടെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കാണോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് യൂട്യൂബിലൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻസൊക്കെ അടക്കി കിടക്കുന്നതുകൊണ്ടാണ് പാടായിട്ട് തോന്നുന്നത്. ഇതിലും അങ്ങനെയൊന്നുമില്ല, ഇതിലും എളുപ്പം തന്നെയാണ്. നമുക്കിപ്പോൾ ഫേസ്ബുക്കിലും ഡയറക്റ്റ് ഇതാക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് വേറെ ഇവർ പറയാത്ത ഓപ്ഷനിലേക്ക് നമ്മൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവൈറ്റ് എ ഫ്രണ്ട് ബൈ / ഇട്ടിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ നമ്മൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം. ഒരുപാട് സോഷ്യൽ മീഡിയ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ സേവ് ചെയ്ത് വയ്ക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്കും സെൻഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നമുക്ക് ഫയൽസിലേക്കും ഡൗൺലോഡൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഓപ്ഷൻ ആണുള്ളത്.
ഇനി നമുക്ക് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെയാണ് ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ലിങ്ക് എങ്ങനെയാണ് കോപ്പി ചെയ്യണമെന്ന് നോക്കാം. ഒരു പേജിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് എങ്ങനെയാണ് കോപ്പി ചെയ്യണത്. അതിനായിട്ട് നമ്മൾ യൂട്യൂബിലൊക്കെ കോപ്പി ചെയ്യും പോലെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി എന്നൊരു ഓപ്ഷൻ മുകളിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. കോപ്പി എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഒരു സോഷ്യൽ മീഡിയയിൽ ലിങ്ക് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. ലിങ്ക് ഞാൻ ഇത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കണ്ട് വെച്ചിരുന്ന ഒരു ഇതാണ്. ഞാൻ നേരത്തെ കോപ്പി ചെയ്ത ഇതാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈലടക്കം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. യൂട്യൂബിലൊക്കെ ഇത് എളുപ്പമാണ്. പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും. എനിക്ക് തെറ്റിയതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വീണ്ടും ഒക്കെ പറയുന്നത്. ഇനി നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് കോപ്പി ചെയ്ത ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇതില്ലാതെ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. പിന്നെ കോപ്പി ചെയ്ത് ഷെയർ ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ഡയറക്റ്റ് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഉണ്ട്. ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ അവർക്ക് നിങ്ങളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇത് യൂട്യൂബിലൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള 2 മിനിറ്റുള്ള കാര്യമാണ്. പക്ഷേ ഇത് ചിലവർക്ക് അറിഞ്ഞുകൂടായിരിക്കും. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെയാണ് ലിങ്കൊക്കെ കോപ്പി ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള വാട്സപ്പിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുന്നതായാലും കോപ്പി ചെയ്ത് കൊടുക്കുന്നതായാലും പലവർക്കും അറിഞ്ഞുകൂടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ആർക്കെങ്കിലും കോപ്പി ചെയ്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിവിധ സോഷ്യൽ മീഡിയയിലേക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് നമ്മളെ യൂട്യൂബിലൊക്കെ ചെയ്യുമ്പോഴത്തെ ഓപ്ഷൻ ഇവിടെയാണ് കിടക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. കാരണം ഇവിടെ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉള്ളതാണ്. ഓപ്ഷൻ കഴിഞ്ഞാൽ ഇവിടെ ഒരിടം ക്ലിക്ക് ചെയ്തു എത്രാമതാണ് അത് കിടക്കുന്നതെന്ന് നിങ്ങൾ നോക്കി വെച്ചതിന് ശേഷം മാത്രമേ അത് ക്ലിക്ക് ചെയ്യാവൂ. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും അയച്ചു കൊടുക്കാവുന്നതാണ്. എല്ലാം അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആർക്ക് വേണമെങ്കിലും ഇൻസ്റ്റാഗ്രാം പേജ് കോപ്പി ചെയ്യുന്നതും, അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും വിവിധ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നതും കോപ്പി ചെയ്ത് കൊടുക്കുന്നതും യൂട്യൂബിലൊക്കെ നമ്മൾ ചെയ്യും പോലെ. അപ്പോൾ ഇത് പലവർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഈ അറിവ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് അറിയാമെന്നുള്ള ആളാണ് ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അറിയാത്ത ആർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്കും കൂടെ ഒരു ഉപകാരമാവട്ടെ, അങ്ങനെ ഉദ്ദേശിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുക MK ജോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാകുന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് നിങ്ങൾ നോട്ടിഫിക്കേഷനായി ഫോണിൽ ലഭിക്കത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഉടനെ തന്നെ നിങ്ങൾക്ക് മറുപടിയും തരണതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ നാളെ കാണാം. അതുവരെയും ഗുഡ് ബൈ.